everyone, welcome to Zyus, and today we are going to discuss about the term 1 portions of chemistry. I know that everyone is well prepared for the term 1 exams, but there is a quote saying like, it is never too late. Prepare you guys have time. So in this video, we won't go deep into any subject. Rather than അതിലും നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതാണോ അതുമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ കുറച്ച് MCQs ഇപ്പം നമുക്ക് ഓരോ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് 1-2 MCQs അതേപോലെ നമ്മൾ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം. So we all know that the chapters that is for first term exam is 6 chapters on the solid state, and the solution on the P block. Another one is haloalkenes, haloarenes. Another one is alcohols, phenols, ethers, and the last one is biomolecules. So we can move to the first chapter, that is solid state. So solid state important ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കേണ്ട കുറച്ച് പോയിന്റ്സിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ പോയിന്റ് ആണ് വാട്ട് ഈസ് എമോർഫസ് ആണ്, വാട്ട് ഈസ് എ ക്രിസ്റ്റലൈൻ സോളിഡ്, എങ്ങനെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കാം. അതിന്റെ പ്രോപ്പർട്ടീസ് കൊണ്ട് തന്നെ അമോർഫസ് സോളിഡിനെയും ക്രിസ്റ്റലൈൻ സോളിഡിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. അതിന്റെ ഷേപ്പ്, അതുപോലെ മെൽറ്റിംഗ് പോയിന്റ്, അനിസോട്രോപ്പി, നേച്ചർ, ഇങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് കൊണ്ട് തന്നെ നമുക്ക് അമോർഫസ് സോളിഡിനെയും ക്രിസ്റ്റലൈൻ സോളിഡിനെയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എന്താണ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ 4 ക്ലാസിഫിക്കേഷൻ, മേജർ ആയിട്ടുള്ള 4 ക്ലാസിഫിക്കേഷൻ. അതിനകത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് മോളിക്കുലർ സോളിഡ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അയോണിക് സോളിഡ്, തേർഡ് ക്ലാസിഫിക്കേഷൻ ഇസ് മെറ്റാലിക് സോളിഡ് ആൻഡ് ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ഇസ് കോവാലന്റ് സോളിഡ്. അതിനകത്തെ തന്നെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകളാണ് ഈ 4 ക്ലാസിഫിക്കേഷൻസിൽ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന പോയിന്റ്സിൽ ഒന്നാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. എങ്ങനെയാണ് ഓരോ സോളിഡിന്റെയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ NaCl എന്ന് പറഞ്ഞൊരു സോളിഡ്, NaCl എന്ന് പറഞ്ഞ ക്രിസ്റ്റൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അതൊരു മോളിക്കുലർ സോളിഡിന്റെ എക്സാമ്പിൾ ആണോ, അയോണിക് സോളിഡിന്റെ എക്സാമ്പിൾ ആണോ, മെറ്റാലിക് സോളിഡിന്റെ എക്സാമ്പിൾ ആണോ, കോവാലന്റ് സോളിഡിന്റെ എക്സാമ്പിൾ ആണോ എന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സോ MCQs ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അങ്ങനെ വരാനായിരിക്കും ചാൻസസ് കൂടുതൽ. And another important point that we should concentrate about the classification of crystalline solid അതിന്റെ ബോണ്ടിങ്. ഏത് ടൈപ്പ് ഓഫ് ബോണ്ടിങ്, അതിന്റെ അയോണിക് ബോണ്ടിങ് ആണോ, അതേപോലെ ഹൈഡ്രജൻ ബോണ്ടിങ് ആണോ, അതുപോലെ എന്ത് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് അതിനകത്തുള്ളതെന്ന് നമ്മൾ നോക്കാം. നാലാമത്തേതാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആണോ, മോളിക്യൂൾസ് ആണോ, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Next portion എന്ന് പറയുന്നത് യൂണിറ്റ് സെൽസ്. സോ യൂണിറ്റ് സെൽസ് ക്യാൻ ബി ആക്ച്വലി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 2. ഒന്ന് പ്രിമിറ്റീവ് ആൻഡ് another one is സെന്റേർഡ് യൂണിറ്റ് സെൽ. സെന്റേർഡ് യൂണിറ്റ് സെൽ തന്നെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബോഡി സെന്റർ ക്യൂബിക് സെൽ, BCC, FCC, അതേപോലെ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ക്രിസ്റ്റൽ സിസ്റ്റം നെയിം, അതേപോലെ ആക്സിയൽ ഡിസ്റ്റൻസും ആക്സിയൽ ആംഗിളും. ഫോർ എക്സാമ്പിൾ they can give a condition like alpha is equal to beta is equal to gamma is equal to 90 degree and A is equal to B is equal to C. So they are asking like which crystal system is this. ഈ ഒരു കണ്ടീഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയണം ആൽഫ is equal to beta is equal to gamma is equal to 90. അതേപോലെ തന്നെ A is equal to B is equal to C കൂടെ ആ ഒരു കണ്ടീഷൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പറയണം ഇറ്റ്സ് എ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം. സോ അങ്ങനെ ക്രിസ്റ്റൽ നെയിമും ക്രിസ്റ്റൽ സിസ്റ്റം അതായത് ആക്സിയൽ ലെങ്തും കൂടെ മനസ്സിലാക്കി പഠിക്കണം. ആൻഡ് അനദർ പോർഷൻ കമ്മിങ് ടു നെക്സ്റ്റ് പോർഷൻ, അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്പർ ഓഫ് ആറ്റം ഇൻ എ യൂണിറ്റ്. ഒരു യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് ആറ്റം നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ക്വിക്ക് മെമ്മറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി BCCയുടെ നമ്പർ ഓഫ് ആറ്റംസ് 2, FCCയുടെ നമ്പർ ഓഫ് ആറ്റംസ് 4 ആയിരിക്കും. അനദർ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്. സോളിഡ്സിനകത്തുള്ള ഇംപെർഫെക്ഷൻസിനെ അതിനെ 2 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് പോയിന്റ് ഡിഫക്ട്, രണ്ടാമത്തേതാണ് ലൈൻ ഡിഫക്ട്. ഈ പോയിന്റ് ഡിഫക്റ്റിനെ തന്നെ നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാം സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സിന്റെ എക്സാമ്പിൾ ആണ് വേക്കൻസി ഡിഫക്ട്, അതേപോലെ തന്നെ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്ട്. സോ
non-ion solids കാണിക്കുന്നതാണ് വേക്കൻസി ഡിഫക്റ്റും ഇൻറ്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പം അയോണിക് സോളിഡ്സ് കാണിക്കുന്ന ഡിഫക്റ്റ് ഏതൊക്കെയായിരിക്കും? സോ അയോണിക് സോളിഡ്സ് കാണിക്കുന്ന ഡിഫക്റ്റുകളാണ് ഫ്രങ്കൽ ഡിഫക്റ്റ്, അതേപോലെ തന്നെ ഷോർട്ട് കീ ഡിഫക്റ്റ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഫ്രങ്കൽ ആൻഡ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് ആണ്, വേറെ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു വേക്കൻസി ഡിഫക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സ്റ്റോഷിയോമെട്രിക്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന്. സോ ഈ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ തന്നെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തു. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്നും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്തു. ആൻഡ് ലാസ്റ്റ് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ വരുവാണ്. ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. നമുക്ക് സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്യാം ഓൺ ദി ബേസിസ് ഓഫ് ദെയർ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയുടെ ബേസിസിൽ നമുക്ക് സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്യാം. വി ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ഇൻടു 3. ഒന്ന് കണ്ടക്ടേഴ്സ്, രണ്ട് ഇൻസുലേറ്റേഴ്സ്, മൂന്ന് സെമി കണ്ടക്ടേഴ്സ് സെമി കണ്ടക്ടർ. സോ സിലിക്കൺ, ജെർമേനിയം എന്ന് പറയുന്ന അതേപോലുള്ള എലമെന്റ്സ്, ദേ ആർ ദി എക്സാമ്പിൾ ഫോർ intrinsic semiconductors. പക്ഷേ intrinsic semiconductors like silicon, germanium, their conductivity is too low. അവരുടെ കണ്ടക്ടിവിറ്റി ഭയങ്കര കുറവാണ്. ബട്ട് the conductivity of these elements can be increased by using proper impurities. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. സോ ഡോപ്പിംഗ് ഈസ് ദ പ്രോസസ് where we increase the conductivity using proper impurities. അങ്ങനെ ഡോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആണ് കിട്ടുന്നത്. ഒന്ന് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും, രണ്ട് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്കോൺ അല്ലെങ്കിൽ ജെർമേനിയം, ദാറ്റ് ഈസ് ഗ്രൂപ്പ് 14 എലമെന്റ്സ് ആണ്. When the silicon or germanium is doped with electron-rich impurities, we will get N-type semiconductors. Whereas P-type semiconductors കിട്ടണമെങ്കിൽ silicon or germanium, that is, which is group 14 elements, it should be doped with a group 13 elements. That is, boron, aluminum, gas. ഇതുപോലുള്ള മെറ്റൽസുമായിട്ട് അല്ലെങ്കിൽ എലമെന്റ്സുമായിട്ട് ഡോപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് P-type semiconductors കിട്ടുള്ളൂ. സോ ആൻഡ് ലാസ്റ്റ് ടോപ്പിക് നമ്മൾ പറയുന്നതാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡിലേക്ക് നമ്മൾ വരുവാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അതിനകത്ത് നമ്മൾ ഒരു പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്, ഈ മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് ആണ് ബോർ magnetron. And based on their magnetic properties, it is classified. Substances are classified into 5. First one is paramagnetic substances, second is diamagnetic substances, third is ferromagnetic, fourth one is antiferro, and fifth one is ferrimagnetic. Paramagnetic are substances which are weakly attracted by the magnetic field, whereas diamagnetic are substances which weakly repelled by the magnetic field. Ferromagnetic എന്ന് പറയുമ്പോൾ strongly attracted by the magnetic field, and antiferro എന്ന് പറയുമ്പോൾ it is similar to this ferromagnetic, whereas ferrimagnetic is very weakly attracted by the magnetic field when we are comparing it to a ferromagnetic substances. ഇതിനകത്തും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത് അതിന്റെ എക്സാമ്പിൾസ് ആണ്. ദേ ക്യാൻ ഗീവ് പെർട്ടിക്കുലർ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ NiCO എന്നൊക്കെ പറയുന്നത് ഫെറോമാഗ്നറ്റിക്കിന്റെ എക്സാമ്പിൾ ആണ്, വേറെ NaCl എന്നൊക്കെ പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണ്. O2 എന്നൊക്കെ പറയുന്നത് പാരാമാഗ്നറ്റിക്കിന്റെ എക്സാമ്പിൾ ആണ്. സോ ഒരു MCQ നമുക്ക് ഡിസ്കസ് ചെയ്യാം, which is related to solid state. For example, NaCl is an example of which crystal system? Option A, cubic, option B, hexagonal, option C, triclinic, option D, monoclinic. We know that NaCl in the cubic system example. And the second question is axial distance and axial angles of rhombic sulfur respectively. The options given are A not equal to B, not equal to C, and alpha equal to beta is equal to gamma is equal to 90 degree. And further options we know that particularly rhombic sulfur and axial distance and axial angles A not equal to B, not equal to C, and alpha equal to beta equal to gamma equal to 90 degrees. So that's whole summary of this solid states. I hope you guys can understand.
So moving on to the next chapter, that is solution. We know that solutions are homogeneous mixtures. Solutions എന്ന് പറയുന്നത് homogeneous mixtures ആണ്. അതിനകത്തെ തന്നെ important ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ് എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഒന്നാമത്തേതാണ് മാസ് പെർസെൻറ്റേജ്. നിങ്ങൾ ഒരു നോട്ട് ബുക്കോ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് പേപ്പറിൽ നല്ല ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഇക്വേഷൻസ് എഴുതി വെക്കണം. സോ ദാറ്റ് ബിഫോർ ഗോയിങ് ടു എക്സാം നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ മെമ്മറൈസ് ഇറ്റ് ഈസിലി, അല്ലെങ്കിൽ വേഗം അത് ഓർമ്മ വരും. ഒന്നാമത്തെ എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, ഒന്നാമത്തെ ഒരു രീതിയാണ് മാസ് പെർസെൻറ്റേജ്. ദാറ്റ് ഈസ് മാസ് ഓഫ് എ കോമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ total mass of the solution into 100. രണ്ടാമത്തെ രീതിയാണ് വോളിയം പെർസെൻറ്റേജ്. We know that volume, the equation for volume percentage is volume of the component divided by total volume of solution into 100. And another is parts per million, that is number of parts of component divided by total number of parts of all component of the solution into 10 raised to 6. And ഇനിയും വരുന്ന മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ്, കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത് പഠിക്കുന്നത് ഒന്നാണ് മോൾ ഫ്രാക്ഷൻ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കോമ്പണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കോമ്പണന്റ്. അനദർ വൺ ഈസ് മൊളാലിറ്റി. മൊളാലിറ്റി ഇത് വ്യത്യാസമുണ്ട്. മൊളാരിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓഫൺ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. സോ മൊളാലിറ്റി ഈസ് number of moles of solute divided by mass of solvent in kilogram, whereas molarity is moles of solute divided by volume of solution in liter. Molarity എന്ന് പറയുന്ന ലിറ്റേഴ്സിലും molarity എന്ന് പറയുന്നത് കിലോഗ്രാം വെയിറ്റിലും. Another important ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത് രണ്ട് ലോ ആണ്. ഒന്ന് ഹെൻറീസ് ലോ, രണ്ട് റൗൾസ് ലോ. ഹെൻറീസ് ലോയുടെ സ്റ്റേറ്റ്മെന്റും റൗൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ അതിന്റെ ഇക്വേഷൻസും നമ്മൾ ഓർത്തിരിക്കാം. ഹെൻറീസ് ലോയുടെ statement ഇതാണ്: the partial pressure of a gas in vapor phase is proportional to the mole fraction of gas in the solution. ഇതാണ് ഹെൻറീസിന്റെ സ്റ്റേറ്റ്മെന്റ്, ഹെൻറീസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ മെമ്മറൈസ് ചെയ്ത് ഓർമ്മയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. വേറാസ് റൗൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോർ എ സൊല്യൂഷൻ ഓഫ് volatile liquid the partial vapor pressure of each component of solution is directly proportional to its mole fraction present in solution. ഇതാണ് Raoult's law. Whereas Dalton law of partial pressure എന്ന് പറയുന്നത് P total is equal to P1 plus P2. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നതാണ് ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ്, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ്. Ideal solutions are those solutions which obeys Raoult's law over the entire range of concentration. ഏത് കോൺസെൻട്രേഷൻ റേഞ്ചിലും Raoult's lawനെ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കും. വേറാസ് Raoult's lawനെ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസ് നമ്മൾ എന്ത് വിളിക്കും? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കും. So coming to the last portion of this topic, this chapter is colligative properties. അത് കുറച്ച് വലിയ ഒരു ടോപ്പിക്കാണ്. നിങ്ങളെല്ലാം വിശദമായിട്ട് ഈ കാര്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും നമ്മുടെ ക്ലാസ്സസിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഒറിജിൻ ഞാൻ പറഞ്ഞു തരാം. സോ colligative properties, ഒന്നാമത്തെ ഒരു colligative properties ആണ് relative lowering of vapor pressure which depends on the sum of mole fraction of different solutes. രണ്ടാമത്തേതാണ് elevation of boiling point, another one is depression of freezing point, and another one is osmotic pressure. So osmosis and it is a process of law of solvent. We should always remember that osmosis and solvent molecules flow from lower concentration to higher concentration, and the pressure that just to stop the flow of solvent is always called as osmotic pressure. ഇതൊക്കെയാണ് നമ്മൾ ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തു വെക്കേണ്ട കാര്യം. അവസാനത്തെ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതാണ് isotonic solution. Two solutions have same osmotic pressure that at a given temperature, these particular solutions are called isotonic solution.
So, നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നതാണ് തേർഡ് ചാപ്റ്റർ ആണ് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എലമെന്റ്സ് ദാറ്റ് ഈസ് പി ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിൾ പി ബ്ലോക്ക് ഈസ് ഫ്രം ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18 എലമെന്റ്സിനാണ് നമ്മൾ പി ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് NS2 NP1 to 6. ഈ ഒരു കോൺഫിഗറേഷൻ ഓർത്ത് വെക്കണം, NS2 NP1 to 6. സോ ഗ്രൂപ്പ് പി ബ്ലോക്കിലെ ഗ്രൂപ്പ് 15 ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ആൻഡ് ബിസ്മുത്ത്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ പെർട്ടിക്കുലർ എലമെന്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയും. വാസ്റ്റ് ആയിട്ട് അല്ലെ ബ്രോഡ്ലി ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്കൊരു ക്വിക്ക് റിവിഷൻ നടത്താൻ പറ്റാത്തത് കൊണ്ട് ഐ സേ ദ മെയിൻ പോയിന്റ്സ് ഇൻക്ലൂഡിങ് ഈച്ച് എലമെന്റ്. ആദ്യത്തെ ഗ്രൂപ്പ് 15 എലമെന്റിലെ ഒരു എലമെന്റ് ആണ് നൈട്രജൻ, ആൻഡ് ഇറ്റ് occurs in the earth crust as sodium nitrate and potassium nitrate. Molecular nitrogen actually comprises of 78%. So ഇതിന്റെ ഔട്ടർ, ഈ ഗ്രൂപ്പിന്റെ ഔട്ടർ വാലൻസ് ഷെൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് NS2 NP3 ആണ്. NS2 NP3. And when we talk about the covalent and ionic radius, it increases down the group. It increases down the group, and enthalpy, ionization enthalpy decreases down the group. ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. Its common oxidation states are -3, +3 and +5. So ഇതിന്റെ നൈട്രജന്റെ ഒരു കോമ്പൗണ്ട് ആണ് ഡൈനൈട്രജൻ. So it can be produced by liquefaction and fractional distillation. ഇതേപോലെ തന്നെ നൈട്രജന്റെ ഒരു കോമ്പൗണ്ട് ആണ് ammonia. On large scale ammonia manufacture, it is manufactured by using Haber process. Haber process യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അമോണിയ മാനുഫാക്ചർ ചെയ്യുന്നത്. അതേപോലെ തന്നെ അമോണിയ, അയൺ അമോണിയയുടെ പ്രോസസ്സാണ്, മാനുഫാക്ചറിങ് ആണ് ഹേബർ പ്രോസസ്. അതിന്റെ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അയണും, പ്രൊമോട്ടർ ആയിട്ട് വി യൂസ് മോളിബ്ഡിനം ആസ് എ പ്രൊമോട്ടർ ആയിട്ട് മോളിബ്ഡിനം, അയൺ ആസ് കാറ്റലിസ്റ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കോമൺ പ്രോപ്പർട്ടീസ് ആണ്. കളർലെസ് ഗ്യാസ് ആണ്, പഞ്ചന്റ് ഓർഡർ ആണ്, ഇതൊക്കെയാണ് ഇതിന്റെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നൈട്രിക് ആസിഡ്. അതിന്റെ പ്രിപ്പറേഷൻ ആണ് ഓസ്വാൾഡ് പ്രോസസ്, ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഈസ് കളർലെസ് ലിക്വിഡ് ആണ്, അതൊരു പ്ലേനാർ മോളിക്യൂൾ ആണ്. അതേപോലെ തന്നെ ഫോസ്ഫറസിന്റെ ഡിഫറെന്റ് അലോട്രോപിക് ഫോംസ് ഉണ്ട്, ഡിഫറെന്റ് അലോട്രോപിക് ഫോംസ് ഓഫ് ഫോസ്ഫറസ്. ഒന്നാണ് white phosphorus, another one is phosphorus, another one is black phosphorus. White phosphorus in the properties ആണ് poisonous ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്, ലെസ് സ്റ്റേബിൾ ആണ്, ടെട്രാഹെഡ്രൽ ഫോം ആണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ റെഡ് ഫോസ്ഫറസിന്റെ പ്രോപ്പർട്ടീസ് ആണ്, it is obtained by heating white phosphorus at 573 Kelvin, and iron gray luster ഉണ്ട്, colorless ആണ്, poisonous ആണ്. Third category, third allotropic form of phosphorus ആണ് black phosphorus. Alpha black and beta black and അതേപോലെ we can see that so phosphorus have three allotropic forms, that is white phosphorus, red phosphorus and black phosphorus. Coming to the group 16 elements. Group 16 elements എന്ന് പറയുന്നത് oxygen, sulfur, selenium, tellurium and polonium. ഈ ഇത്രയും എലമെന്റ്സ് ആണ് ഗ്രൂപ്പ് 16ലുള്ളത്. സൾഫറിനകത്ത് സൾഫേറ്റും സൾഫൈഡുമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP4 ആണ്. We know that atomic and ionic radius increases from top to bottom of the group. Ionization enthalpy decrease ചെയ്യും from down the group, and electronegativity എന്ന് പറയുമ്പോൾ ഈ ഗ്രൂപ്പിൽ ഓക്സിജൻ ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്. Now the properties, one of the main properties is group 16 elements forms a large number of halides, and group 16 elements in the common oxidation states are +2, +4 and +6. അതേപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓസോൺ. വാട്ട് ഈസ് ഓസോൺ എന്ന് പറയുന്നത് ഒരു ഓക്സിജന്റെ അലോട്രോപിക് ഫോം ആണ്. അത് തെർമോഡൈനാമിക്കലി ആണ്, സ്റ്റേബിൾ ആണ്, ബട്ട് ഇറ്റ് ഈസ് എ വെരി പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. ഈ ഒരു 3 പോയിന്റ്സ് നമ്മൾ ഓർത്തു വെക്കണം. ആൻഡ് സൾഫറിന്റെ അലോട്രോപിക് ഫോംസും ചോദിക്കാൻ സാധ്യതയുണ്ട്. സൾഫറിന്റെ 2 അലോട്രോപിക് ഫോം ആണ്, ആൽഫ ഫോം, ബീറ്റ ഫോം, അതായത് റോംബിക് സൾഫറും ഒന്ന് മോണോക്ലിനിക് സൾഫറും. We have also seen different oxo acids of sulfur.
sulfurous acid, sulfuric acid, അതേപോലെ തന്നെ peroxodisulfuric acid, അതേപോലെ പല പല എക്സാമ്പിൾസ് we have seen for oxo acids of sulfur. അതിനകത്തെ one of the main example ആണ് sulfuric acid and it can be manufactured by contact process. അതിനകത്തെ catalyst ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന V2O5 ആണ്. It's a colorless, dense and oily liquid. Coming to group 17 element, group 17 elements നമുക്കറിയാം halogens എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിന്റെ elements ആണ് fluorine, chlorine, bromine, iodine and acetylene. Highly reactive ആയിട്ടുള്ള non metals ആണ്. ഇതിന്റെ electronic configuration എന്ന് പറയുന്നത് ns2 np5 ആണ്. And atomic and ionic radii increases from fluorine to iron. Ionization enthalpy high decreases down the group. And we also know that F2 is the strongest oxidizing halogen. So reaction of the fluorine are exothermic. Acid strength, even the acid strength in a HI is greater than HBr, greater than HCl, and it's greater than HF. We also know that chlorine in the parameter. Chlorine is manufactured. Chlorine comes under halogen family, and chlorine manufactured in a process in a decon process, oxidation of hydrogen chloride in catalyst CuCl2. Also, another important compound, another important portion in this chapter is interhalogen compound. We can do different halogen when react with each other. We will get an interhalogen compound. It is prepared by direct combination of halogen or lower interhalogens. Next, coming to noble gases, we know that noble gases in the group 18 elements are there. The elements present in the group 18 is helium, neon, argon, krypton, xenon, and radon. So their atmospheric abundance in dry air is approximately to 1%, and xenon and radon is they are rarest elements. And electronic configuration ns2 np6 ആണ്. Ionization enthalpy decreases down the group. E elements in it have a very high ionization energy. Atomic radii it increases down the group. And the properties, one of the main properties in the world, all noble gases are monoatomic. And the colorless odorless tasteless and have a very low melting point and the boiling point. It is less reactive. Noble gases, they are stable, less reactive. Coming to end chapter end, we can see xenon fluorine compounds. For example, structure discuss HCF2 linear ആണ്, HCF4 square planar ആണ്, HCF6 distorted octahedral structures ആണ്. അപ്പം ഇത് MCQs ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് HCF2ന്റെ സ്ട്രക്ചർ ഏതാണ്, അല്ലെങ്കിൽ സ്ക്വയർ പ്ലേനാർ ആയിട്ടുള്ള സ്ട്രക്ചർ HCF2 ആണോ, HCF4 ആണോ, HCF6 ആണോ. സോ വി ക്യാൻ ആൻസർ ദാറ്റ് സ്ക്വയർ പ്ലേനാർ വരുന്നത് HCF4 ആണ്. അതേപോലെ തന്നെ സ്ട്രക്ചറുകൾ വരുന്നതാണ് xenon oxygen compound. xenon oxygenൽ O3 എന്ന് പറയുന്നത് കളർലെസ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സോളിഡ് ആണ്. അതിന്റെ സ്ട്രക്ചർ പിരമിഡൽ സ്ട്രക്ചർ ആണ്. whereas XeOF4 എന്ന് പറയുന്നത് കളർലെസ് വോളറ്റൈൽ ലിക്വിഡ് ആണ്. അതിന്റെ സ്ട്രക്ചർ ഇസ് സ്ക്വയർ പിരമിഡൽ. സോ വി ക്യാൻ ഒരു MCQ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഫോർ എക്സാമ്പിൾ ഒത്തിരി ധാരാളം MCQs ഈ P ബ്ലോക്കിൽ നിന്ന് വരാൻ ചാൻസസ് ഉണ്ട്. സോ ഗ്രൂപ്പ് 16 elements are also known as option A halogens, option B noble gases, option C chalcogens, and option D metalloids. We know that group 16 elements chalcogens. The stability of halide decreases in the order of, we know that option B on F greater than Br minus greater than minus. So we also already know these. It's a simple MCQs ആണ്. We've discussed ഒരു അതിന്റെ outline already തന്നിട്ടുള്ളത് കൊണ്ട് you guys can easily pick it up. So നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസിൽ നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ്സ്. What is a carbohydrate and its classification? Carbohydrates is also called as saccharides, and carbohydrates ne നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. One is monosaccharides, another one is oligosaccharides, and next one is polysaccharides. So
Monosaccharides എന്ന് പറയുമ്പോൾ it cannot be hydrolyzed further to give simpler units. So monosaccharides ആയിരിക്കും ഏറ്റവും simple units ആയിട്ട് അതിന്റെ general formula എന്ന് പറയുന്നത് CnH2nOn ആയിരിക്കും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് oligosaccharides. Oligosaccharides hydrolysis ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 to 10 monosaccharides നമുക്ക് കിട്ടും. Whereas polysaccharides, when we let it undergo hydrolysis, it yields a large number of monosaccharide units. മോണോസാക്രൈഡ്സ് ഇതുപോലെ തന്നെ മോണോസാക്രൈഡ്സിന് ഒരു എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് ഫോർമുല എന്ന് പറയുന്നത് C6H12O6 ആണ് ഗ്ലൂക്കോസിന്റെ ഫോർമുല. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ സ്വീറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ഹണി. അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് obtained from sucrose and from starch. Sucrose when it is react with the dilute HCl or H2SO4, we will get glucose. Starch or hydrolysis, or when it react with dilute H2SO4, we will get glucose. And structure discuss and glucose in the cyclic structure of glucose. The 6-membered cyclic structure of glucose is called Pyrano structure. Glucose exists in 2 different crystalline forms named as alpha and beta. The cyclic structure of glucose is more correctly represented by Howard structure. നമുക്ക് common ആയിട്ട് അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് പറയുന്നതാണ്. So the structure of fructoseന്റെ structure എന്ന് പറയുന്നത് it is the same as a formula of glucose, C6H12O6 ആണ്, but it contains a ketone functional group as C2. Next important portion ആണ് what is the classification of amino acids. Amino acids in the classifications എന്താണ്? Amino acids നമുക്ക് രണ്ടായിട്ട് classify ചെയ്യാം. ഒന്ന് non-essential amino acids, രണ്ട് essential ആയിട്ടുള്ള amino acids. The amino acids which are synthesized in the body, they are known as non-essential amino acids, where the body cannot synthesize, or the amino acid which cannot be synthesized in the body and must be obtained from diet. Diet must amino acids in body synthesize these amino acids are known as essential amino acids. This is important another topic on what is switcher ion. In aqueous solution, the carboxyl group can lose a proton and amino group can accept a proton, giving rise to a dipolar ion known as switcher. Or dipolar ion on switcher ion. It is a commonly ചോദിച്ചു വരുന്ന ഒരു question ആണ് what is a switcher ion അല്ലെങ്കിൽ അതുമായിട്ട് related ആയിട്ടുള്ള questions. So next in the fibrous proteins, globular proteins, and we also know endana other and proteins in the structure of the primary structure on the secondary structure, the tertiary structure, or quaternary structure. So coming to the last topic, last portion of this biomolecules is vitamins. So vitamins they are organic compounds required in the diet in small amount to perform a specific biological function for normal maintenance of optimum growth and health. And vitamins we classify on the fat soluble vitamins and another one is water soluble vitamins. Fat soluble vitamins, vitamin A, D, E, and K in the fat soluble vitamins can be questions MCQ at can chance questions are what are the options? Options on the fat soluble vitamin, water soluble vitamin, water soluble vitamin B group and C in the fat soluble fat soluble A, A, D, E, and K ആണ്. Water soluble B, C ആണ്. And another last portion another important last portion what is a nucleic acid. Nucleic acid രണ്ട് ടൈപ്പിൽ ഉണ്ട്, DNA ഉണ്ട്, RNA ഉണ്ട്. And DNA ഉള്ള 4 bases ആണ് adenine, guanine, cytosine and thymine, whereas RNA ഉള്ളതാണ് adenine, guanine, cytosine, thymine പകരം T ക്ക് പകരം വരുന്നതാണ് uracil of nucleic acid. Next chapter on haloalkenes and haloarenes. Haloalkenes and haloarenes and the important portions discuss the important nomenclature. We know how to nomenclature haloalkenes name, haloarenes name. Nomenclature
So next important portion ആണ് what are the methods for the preparation of haloalkenes and halogens. Alcohols, how we can prepare it from alcohols. Hydroxyl group of alcohols can be replaced by a halogen on reaction with the concentrated halogen acid like PCl അല്ലെങ്കിൽ ZnCl2 ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആൽക്കഹോൾസ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സാൻമെയർ റിയാക്ഷൻ, അതേപോലെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ് നെയ്മഡ് റിയാക്ഷൻ. നെയ്മഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന കോമൺ ആയിട്ട് ചോദിക്കുന്ന എക്സാംസിനൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഈ നെയ്മഡ് റിയാക്ഷൻ. സോ ഇതിനകത്തെ വൺ ഓഫ് ദ മെയിൻ ആയിട്ടുള്ള നെയ്മഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് സാൻമെയർ റിയാക്ഷൻ ആണ്, രണ്ട് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഒന്ന് സാൻമെയർ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡൈസോണിയം സോൾട്ട് വിത്ത് കുപ്രസ് ക്ലോറൈഡ് ഓർ bromide results in the replacement of disonium group by Cl or bromide. Br chlorine അല്ലെങ്കിൽ bromine replace ചെയ്യും. Fingerstein reaction എന്ന് പറയുന്നത് halogen exchange ആണ്. So these are related to the preparation of the haloalkenes and haloalkenesന്റെ chemical reaction. അതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പോർഷനിലെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ കാര്യം. haloalkenesന്റെ chemical reaction. മൂന്ന് റിയാക്ഷൻസ് ആണ് മെയിൻലി കാണിക്കുന്നത്. ഒന്ന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, രണ്ട് എലിമിനേഷൻ റിയാക്ഷൻ, മൂന്ന് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഒന്നാമത്തെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള compounds അല്ലെങ്കിൽ atoms and electron rich. So the reaction, the nucleophilic substitution reaction in this, the reaction is initiated by a nucleophile and halogen departs as halide. ഈ കുറച്ച് പോയിന്റുകളാണ് nucleophile substitution reaction നമ്മൾ ഓർത്ത് വെക്കുന്നത്. Second one is elimination reaction. In elimination reaction, elimination of hydrogen from beta carbon and halogen from alpha carbon, and as a result, an alkene is produced. Third one is reaction with the metal. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് SN1 റിയാക്ഷൻ ആണ് SN2 റിയാക്ഷൻ. SN1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ, അല്ലെങ്കിൽ SN2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലർ റിയാക്ഷൻ. SN2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലർ റിയാക്ഷൻ. സോ in this case the rate is depending on the concentration of both the react, whereas SN1 എന്ന് പറയുന്നത് the rate is depending on the concentration of only one of the react. It's a two-step process. ഇതാണ് one of the main difference between SN2 and SN1. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് കാണുന്നത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലെയിൻ ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് ഈസ് റൊട്ടേറ്റഡ് വെൻ പാസ്ഡ് ത്രൂ എ സൊല്യൂഷൻ ഓഫ് സർട്ടൻ കോമ്പൗണ്ട്. ഇത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ പൊളാരിമീറ്റർ യൂസ് ചെയ്യും, by which a rotated plane polarized light is measured. ഇത് clockwise direction ആണെങ്കിൽ നമ്മൾ പ്ലസ് സൈൻ കൊടുത്ത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയും. ആന്റി ക്ലോക്ക്വൈസ് ഡിറക്ഷൻ ആണെങ്കിൽ നമ്മൾ മൈനസ് സൈൻ കൊടുത്ത് ലീവോ റൊട്ടേറ്ററി എന്ന് പറയും. നമുക്കറിയാം വാട്ട് ആർ എനോൺഷ്യൂമേഴ്സ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. മോളിക്യൂൾ അസിമെട്രിക് കൈറാലിറ്റി, അസിമെട്രിക് കാർബൺ എന്താണ്, അതേപോലെ കൈറൽ എന്താണ്, കൈറാലിറ്റി അല്ലെങ്കിൽ കൈറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് which are non super impossible on their mirror image. ഇങ്ങനെയുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈറൽ ഒബ്ജക്ട്. ഈ പ്രോപ്പർട്ടിയെ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് chirality, whereas object when are super impossible ആകുമ്പോൾ ആ ഒബ്ജക്റ്റ് നമ്മൾ chiral എന്ന് വിളിക്കും. So we know that what is a racemic mixture. Racemic mixture എന്ന് പറയുന്നത് mixture containing two enantiomers in equal proportion is called racemic mixture. Racemization എന്താണെന്നറിയാം നമുക്ക്. അതേപോലെ enantiomer എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. Another important reaction in this particular chapter is Wood's reaction. Alkyl halides react with sodium in triene. ഇതാണ് Wood's reaction. ഈ named reactions ഒക്കെ എപ്പോഴും important ആയിട്ടുള്ള reactions ആണ്. So haloarenesന്റെ reactions എന്ന് പറയുമ്പോൾ nucleophilic substitution, electrophilic substitution, reactions with metal. അതേപോലെ ഈ ചാപ്റ്ററിന്റെ ഇത് എൻഡ് ലാസ്റ്റിലേക്ക് വരുമ്പോൾ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്
Polyhalogen compounds. There are a number of examples for polyhalogen compounds: dichloromethane, chloroform, iodoform, carbon tetrachloride, freon, DDT. These are examples of polyhalogen compounds. They find a very numerous number of application in industrial level. So, it's important at the same time, these are causing depletion of ozone layer. We discuss some MCQs from this chapter, and haloalkanes and haloarenes. A primary alkyl halide would prefer to undergo SN1 reaction, option B SN2 reaction, elimination reaction, racemization reaction. We know that the primary alkyl halide always will prefer to undergo SN2 reaction. Another question. Chloroform is used as a option A antiseptic, B fertilizer, C detergent, D anesthetic. Chloroform is used as an anesthetic. And third question is SN1 reaction of alkyl halide leads to option A retention of configuration, racemization, inversion of configuration, D none of this. SN1 reaction alkyl halide racemization consider racemization നടക്കുക. So അതോടുകൂടെ നമ്മൾ ഹാലോ ആൽക്കീൻസ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എല്ലാ പോർഷൻസും കവർ ചെയ്തില്ല. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസിനെ മാത്രം ഒന്ന് ടച്ച് ചെയ്ത് പോയി. So our last chapter is alcohols, phenols and ethers. Alcohol, phenols and ethers. We know that alcohols and phenols are formed when hydrogen atom in hydrocarbon, aliphatic aromatic, is replaced with the OH group. And the naming നമുക്കറിയാം alkyl plus alcohol ആണ് നമുക്ക് നെയിമിങ് വരുന്നത്. ഫോർ എക്സാമ്പിൾ മിഥൈൽ പ്ലസ് ആൽക്കഹോൾ. അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ആൽക്കീൻസ് നമുക്കത് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഗ്രിഗനാർഡ് റിയേഷൻ, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോർഷൻ. ഗ്രിഗനാർഡ് റിയേഷൻ എന്താണ്? ഗ്രിഗനാർഡ് റിയേഷൻ RMGX എവിടെ കണ്ടിട്ടുണ്ടോ അത് that is called ഗ്രിഗനാർഡ് റിയേഷൻ. RMGX ഒരു കാർബണൈൽ കോമ്പൗണ്ട്സിന് ഗ്രിഗനാർഡ് റിയേഷൻ വേണ്ടി റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ we get alcohol. The primary alcohol കിട്ടാം, secondary alcohol കിട്ടാം, tertiary alcohol കിട്ടാം. It depends on the carbonyl compound we are taking. ഏത് carbonyl compound ആണ് എടുക്കുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇരിക്കുന്നത്. So coming with the physical property, when we compare ethanol and propane, ethanolum propane നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ it have a similar, comparatively നമ്മൾ ഏകദേശം ഒരേപോലത്തെ മോളിക്കുലർ മാസ് കാണാൻ പറ്റും. പക്ഷെങ്കിൽ boiling point in the case it differs very much. അതിന്റെ റീസൺ എന്താണെന്ന് മോസ്റ്റ്ലി എക്സാംസിന് ചോദിച്ച് കാണാറുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും ബിക്കോസ് there is a presence of intermolecular hydrogen bond which is lacking in ether and other hydrocarbons. So this is the reason why ethanol have a high boiling point. And ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് what is the reason for acidity of alcohol. ആൽക്കഹോളിന്റെ ആസിഡിറ്റിയുടെ റീസൺ എന്താണ്? ഒരു റീസൺ എന്ന് പറയുന്നത് that is the polar nature of OH bond. OH ബോണ്ടിന്റെ പോളാർ നേച്ചർ ആണ് ഈ ആൽക്കഹോൾസിന്റെ അസിഡിറ്റി കൂട്ടാനുള്ള കാരണം. ഫോർ എക്സാമ്പിൾ അല്ല, അത് എലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ electron releasing group like ethyl radical, methyl radical, these particular radicals will increase the electron density on oxygen, which will increase the tendency to decrease the polarity of OH bond. OH bond in the polarity കുറയ്ക്കാനായിട്ട് tendency ഉണ്ടാവും for the electron releasing group, and this decreases the acid strength. So acid strength നമുക്ക് ഒരു ഫോർമാറ്റിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? പ്രൈമറി ആൽക്കഹോളിനായിരിക്കും ഏറ്റവും കൂടുതൽ. നെക്സ്റ്റ് കൂടുതൽ വെൻ കമ്പയറിംഗ് ടു പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോളിന് കുറവായിരിക്കും. സെക്കൻഡറി ആൽക്കഹോളിനെ കമ്പയർ ചെയ്യുമ്പോൾ ടെർഷ്യറി ആൽക്കഹോൾ കുറവായിരിക്കും. അതേപോലെ തന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രൈമറി ആൽക്കഹോളിനെ എങ്ങനെ ആൽഡിഹൈഡ് ആയിട്ട് മാറ്റാം, ആൽഡിഹൈഡിനെ എങ്ങനെ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറ്റാം. സോ പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആയിട്ട് മാറ്റണമെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആയിട്ട് മാറ്റാം. അതേപോലെ തന്നെ ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറ്റണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ we can convert primary alcohol into aldehyde, then aldehyde to carboxylic acid.
അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോർഷൻ ആണ് പിക്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ. പിക്രിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫിനോളിൽ നിന്ന് എങ്ങനെ പിക്രിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റും? ഫിനോളിൽ നിന്ന് ഡയറക്റ്റ് കോൺസെൻട്രേറ്റഡ് HNO3 ഉണ്ടാക്കിയിട്ടുണ്ട് വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് പിക്രിക് ആസിഡ്. പക്ഷെങ്കിൽ അതിന്റെ ഈൽഡ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. സോ വി യൂസ് അനദർ കോമൺലി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പുതിയ ഒരു മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. That method, phenol is first treated with concentrated H2SO4, which will give us a phenol 2,4-disulfide, and ഈ particular compound നമ്മൾ concentrated HNO3 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ we will get 2,4,6-trinitrophenol, അതായത് പിട്രിക് ആസിഡ് നമുക്ക് വരും. ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് ഫിനോളിനെ എങ്ങനെ ബെൻസീൻ ആക്കി മാറ്റാം. ഫിനോൾ reacts or when react with zinc dust ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ it will convert into benzene. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ആണ് വില്യംസൺ സിന്തസിസ് and it is used for the ether preparation. ഞാൻ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് കണ്ടുവന്ന ഒരു MCQ ഷെയർ ചെയ്യാം. The high boiling point of alcohol are mainly due to the presence of option A, intermolecular hydrogen bonding, option B, intramolecular hydrogen bonding, C, van der Waals forces, D, none. We know that the reason for the high boiling point of alcohol are mainly due to the presence of the intermolecular hydrogen bonding present. And another question is, phenol is also known as carbolic acid. We all know that. Option A, carbonic acid. Option B, carbolic acid. Option C, cresol. And option D, none of this. We know that option B, carbolic acid, is the right answer. So I hope this video finds useful to you, and thank you.